7 മാസങ്ങൾ, കടുത്ത സെൻസർ യുദ്ധങ്ങൾ, കോടതി മുറികളിലെ തർക്കങ്ങൾ, റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന ചിലരുടെ ശാഠ്യങ്ങൾ. ഒരു സിനിമയെ തകർക്കാൻ ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു നോക്കി. ആ സിനിമയുടെ പേര് ജനനായകൻ. പക്ഷെ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ആ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ പേര് വിജയ് എന്നാണ്. കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇതിനെയാണ്. ഏത് സിനിമയെയാണോ തമിഴ്നാട്ടിൽ വെളിച്ചം കാണിക്കില്ലെന്ന് ചിലർ വെല്ലുവിളിച്ചത്, ആ വിലക്കുകളെയും പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതേ മനുഷ്യൻ ഇന്ന് തമിഴകത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നുകയറി. ഒരു കാലത്ത് തന്റെ സിനിമകൾക്ക് അനുമതിക്കായി ഭരണാധികാരികളുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വന്തം സിനിമയുടെ റിലീസ് അപ്രൂവലിൽ ഒപ്പിടുന്നത് അതേ കൈകൾ തന്നെ. ഇത് വെറുമൊരു സിനിമയല്ല, പ്രതികാരത്തിന്റെ ഒപ്പിടലാണ്. പക്ഷെ ഈ മാസ് വിജയത്തിനിടയിലും ആരാധകരുടെ നെഞ്ചിൽ ഒരു വലിയ വിങ്ങലുണ്ട്. 34 വർഷമായി നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കയ്യിലെടുത്ത ആ മുഖം സ്ക്രീനിൽ ഇനി ഒരൊറ്റ തവണ കൂടി മാത്രം. വെള്ളിത്തിരയിലെ ആ മാസ് ഡയലോഗുകളും സ്വപ്ന തുല്യമായ നൃത്ത ചുവടുകളും ജൂലൈ 23 ചരിത്രമാവുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു അവസാന ആദ്യ ദിനം. തിയേറ്ററുകൾ പൂരം കൊള്ളും, ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർന്നടിയും. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഈ റിലീസ് സിനിമയേക്കാൾ വലിയൊരു ജീവിതം ജീവിച്ചു കാണിച്ച ആ മനുഷ്യനുള്ള സമർപ്പണമാണ്. വൺ ലാസ്റ്റ് ടൈം സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ വരുന്നു നമ്മുടെ ജനനായകൻ.